الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل من حرم زينة الله التي أخرج لعباده والطيبات من الرزق قل هي للذين آمنوا في الحياة الدنيا خالصة يوم القيامة كذلك نفصل الآيات لقوم يعلمون. صدق الله العلي العظيم. ബഹുമാനിയായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചും പാലിച്ചും തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിത ഇടപാടുകളെ മുഴുവനും ക്രമീകരിച്ചുകൊണ്ട് പോകണമെന്നും അതുവഴി അല്ലാഹു തൃപ്തിപ്പെടുന്ന സച്ചരിതരായ സത്യവിശ്വാസികളിൽ ഉൾപ്പെടാനും മരണം അല്ലാഹു ഉദ്ദേശിക്കുന്ന അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിലാകാനും നാളെ സജ്ജനങ്ങളോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാനും അന്തിമമായി അല്ലാഹു മുത്തഖീങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചു വെച്ചിട്ടുള്ള പടച്ചവന്റെ സ്വർഗം അനന്തരപ്പെടുത്താനും അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള പ്രാപ്തി, കഴിവ്, സന്നദ്ധത, സന്മനസ്, സാഹചര്യം ഇവയൊക്കെയും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികൾ എന്ന നിലക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ എന്ന നിലക്കും മുസ്ലിം കുടുംബങ്ങൾ എന്ന നിലക്കും മുസ്ലിം സമൂഹം എന്ന നിലക്കുമൊക്കെ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ഒരു വെല്ലുവിളിയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ വെല്ലുവിളി എന്ന് പറയുന്നത് ഇന്ന് വളരെ വ്യാപകമായി നമ്മുടെയൊക്കെ ജീവിതത്തെ സാംസ്കാരികമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ലിബറലിസം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളാണ്. ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ചെറുപ്പ വലുപ്പ വ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ലിബറലിസം എല്ലാ തലങ്ങളിലുള്ളവരെയും പിടികൂടുകയും കാലങ്ങളായി നമ്മൾ കാത്തു സൂക്ഷിച്ചു പോരുന്ന മൂല്യബോധങ്ങളിലേക്ക് കടന്നാക്രമണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
മനുഷ്യനൊരു നിയന്ത്രണങ്ങളും ആവശ്യമില്ല. മതത്തിന്റെയും സമൂഹത്തിന്റെയും ഒക്കെ നിയന്ത്രണങ്ങളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുക, എന്നിട്ട് ഭരണകൂടം അവരുടെ വ്യക്തിയുടെ അവകാശങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുക. ഇതാണ് ലിബറലിസത്തിന്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഇത് ലോകത്ത് പ്രകടമാക്കപ്പെട്ടത് പ്രധാനമായും 3 രൂപത്തിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്ന് സാമ്പത്തികമായ മേഖലയിലാണ്. സാമ്പത്തിക മേഖലയിലുള്ള ലിബറലിസത്തെയാണ് നമ്മൾ മുതലാളിത്തം അല്ലെങ്കിൽ ക്ലാസിക്കൽ എക്കണോമിക്സ് എന്നൊക്കെ പറയുന്നത്. അതിന്റെ അടിസ്ഥാനമായി വർത്തിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ജീനിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചത്. തക്കാസുർ എന്ന് പറയുന്നത് മുതലാളിത്തത്തിന്റെ ജീനാണ് എന്ന കാര്യം കഴിഞ്ഞ ആഴ്ച സൂചിപ്പിക്കുകയുണ്ടായി. ഈ ലിബറലിസം പ്രകടമായ മറ്റൊരു മേഖല എന്ന് പറയുന്നത് രാഷ്ട്രീയ രംഗമാണ്. രാഷ്ട്രീയ മേഖലയിലെ ലിബറലിസത്തെയാണ് നമ്മൾ സെക്യുലർ ഡെമോക്രസി എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ച് വേറെ തന്നെ നമ്മൾ പഠിക്കുകയും വിശകലനം നടത്തുകയും ചെയ്യേണ്ടതാണ്. അതിപ്പോ നമ്മുടെ ചർച്ചയുടെ മർമ്മമല്ല. മറ്റൊന്ന് സാംസ്കാരിക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അതിന് പൊതുവെ നമ്മൾ പറയുന്ന പേരാണ് ലിബറലിസം എന്നത്. ഈ സാംസ്കാരിക ലിബറലിസം ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന്റെ ദുരന്ത കാഴ്ചകളാണ് നമ്മൾ കുടുംബങ്ങളിലും സമൂഹത്തിലുമൊക്കെ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളായി, പതിറ്റാണ്ടുകളായി അല്ല നൂറ്റാണ്ടുകളായി നമ്മൾ തെറ്റായി കണ്ടിരുന്ന പലതിനെയും ഈ ലിബറലിസം നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ സാധാരണ ജീവിതത്തിന്റെ ഭാഗമായി അവർ വിലയിരുത്തുകയും സമൂഹത്തിൽ അത് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികമൊന്നും ഉദാഹരണങ്ങൾ പറയേണ്ട കാര്യമില്ല. ലഹരിയുടെ വിഷയമാണെങ്കിലും, പ്രണയത്തിന്റെ പ്രശ്നമാണെങ്കിലും, സ്ത്രീ പുരുഷ ഇടകലരുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും ഒക്കെ ഈ നോർമലൈസ് ചെയ്യൽ കാലങ്ങളായി സമൂഹവും സമുദായവും ഒക്കെ, മുസ്ലിം സമൂഹമൊക്കെ കാത്തു സൂക്ഷിച്ചു പോന്നിരുന്ന മൂല്യങ്ങളിലേക്ക്, മൂല്യസങ്കല്പങ്ങളിലേക്ക്, ധാർമ്മിക ബോധത്തിലേക്ക് ഈ ഒരു പ്രവണത കടന്നു വന്നതിന്റെ ഫലമായി പലതും നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി കാഴ്ചയും കേൾവിയും സംസാരവും വസ്ത്രവും സൗന്ദര്യവും മനുഷ്യന്റെ ജീവിത സൗകര്യങ്ങളും നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബ ജീവിതവും ഈ രംഗങ്ങളിലൊക്കെയും നിലനിന്നിരുന്ന ധാർമ്മികമായ കുറെ അതിരടയാളങ്ങൾ ഉണ്ടായിരുന്നു. കുറെ പരിധികളും അതിരുകളും ഉണ്ടായിരുന്നു. ഈ അതിരുകളെയും പരിധികളെയും ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവണതകൾ ഈ സാംസ്കാരിക ലിബറലിസത്തിന്റെ കടന്നുകയറ്റത്തിന്റെ ഭാഗമായി നമ്മൾ എല്ലാ മേഖലയിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ലിബറലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, വ്യക്തിയുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെയും വ്യക്തിയുടെ അവകാശങ്ങളെയും ഒക്കെ കുറിച്ചുള്ള യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാത്ത ഒരു കാഴ്ചപ്പാടാണത്. വ്യക്തിയാണ് പ്രധാനം, വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് പ്രധാനം, വ്യക്തിയുടെ അവകാശങ്ങളാണ് പ്രധാനം. മൈ ബോഡി മൈ ചോയ്സ്, മൈ ബോഡി മൈ റൈറ്റ്സ്. അതിനപ്പുറത്ത് വ്യക്തിയെ നിയന്ത്രിക്കുന്ന മൂല്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. വ്യക്തിയുടെ അവകാശങ്ങൾക്ക് തടയിടുന്ന ഒരു നിയന്ത്രണങ്ങളും ഒരു പരിധികളും പാടില്ല. അഴിച്ചിടപ്പെട്ട വ്യക്തികളാണ്, അഴിഞ്ഞാടുന്ന വ്യക്തികളാണ്, താന്തോന്നിത്വത്തിൻ്റെതായ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തികളാണ്. ഈ ഒരു നിലപാടിനെ ഇന്ന് വ്യക്തികളിലേക്കും കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും ഒക്കെ എമ്പാടും കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാംസ്കാരിക ലിബറലിസത്തിന്റെ ഈ ഒരു നിലപാടിനെ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടും വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിത്തറയിൽ നിന്നുകൊണ്ട് വിലയിരുത്തുവാനും അതിനോടുള്ള നിലപാടുകൾ സ്വീകരിക്കുവാനും വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എവിടെയാണ് ഇസ്ലാമും ലിബറലിസവും തമ്മിൽ ഇടയുന്നത്? ലിബറലിസത്തെ എന്തുകൊണ്ടാണ് നമുക്ക് നിരാകരിക്കേണ്ടി വരുന്നത് എന്നതിനെ കുറിച്ചുള്ള വളരെ കൃത്യമായ കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാകേണ്ടതുണ്ട്. പ്രധാനമായും 4 പോയിന്റുകളിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒന്ന്, വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പരിധിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ ലിബറലിസം അനിയന്ത്രിതമായ വ്യക്തി സ്വാതന്ത്ര്യത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. എന്നാൽ ഇസ്ലാം ഈ സ്വാതന്ത്ര്യത്തിന് ചില പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ പിന്നീട് സൂചിപ്പിക്കാം. മറ്റൊന്ന്, ദൈവിക നിർദ്ദേശങ്ങളാൽ ജീവിതത്തിന് ചില അതിരടയാളങ്ങൾ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ദീനുൽ ഇസ്ലാം വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ മനുഷ്യ ജീവിതത്തിന് അതിരുകൾ നിശ്ചയിക്കുകയും ആ അതിരുകൾ പാലിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യുമ്പോൾ ലിബറലിസം ഇത്തരം ജീവിതത്തിന് അതിരിടുന്ന പടച്ചവന്റെ നിർദ്ദേശങ്ങളെ തള്ളുകയും അവയ്ക്കെതിരെ വ്യക്തിയുടെ അവകാശവാദങ്ങളെ ഉയർത്തിക്കാണിക്കുകയുമാണ് ചെയ്യുന്നത്. മറ്റൊന്ന്, വ്യക്തിയും സമൂഹവും സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇസ്ലാം വ്യക്തി സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന ദർശനമാണ്.
വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് വില കൽപ്പിക്കുന്ന ദർശനമാണ്. പക്ഷെ അതോടൊപ്പം സാമൂഹികമായ പ്രതിബദ്ധത കൂടി ഊന്നിപ്പറയുകയും ചെയ്യുന്നു എന്നതാണ്. വ്യക്തികളുടെ സ്വാതന്ത്ര്യം കുടുംബ സംവിധാനത്തെ തകർക്കരുത്, വ്യക്തിയുടെ സ്വാതന്ത്ര്യം സമൂഹത്തിന്റെ താല്പര്യങ്ങളെ ഹനിക്കരുത് എന്നതാണ് ദീനുൽ ഇസ്ലാമിന്റെ നിലപാട്. അഥവാ ലിബറലിസം വ്യക്തി സ്വാതന്ത്ര്യത്തിനാണ് സാമൂഹിക പ്രതിബദ്ധതയേക്കാൾ പരിഗണന നൽകുന്നത് എങ്കിൽ, ഇസ്ലാം വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെക്കാൾ സമൂഹത്തിന്റെ താല്പര്യവും കുടുംബഘടനയ്ക്കുമൊക്കെ പ്രാധാന്യം നൽകുന്നു എന്നതാണ്. ലിബറലിസത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ നിന്ന് സംഭവിക്കുന്നു, സാമൂഹികമായ പ്രത്യാഘാതങ്ങളിൽ നിന്നുണ്ടാകുന്നു എന്നതൊന്നും വ്യക്തിയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കടന്നു വരുന്ന വിഷയങ്ങളല്ല. നാലാമത്തേത് സമത്വവും നീതിന്യായവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മനുഷ്യ സമത്വത്തെ ഊന്നിപ്പറയുന്ന ഇസ്ലാം ജീവിതത്തിലുടനീളം നീതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ദർശനമാണ്. എന്നല്ല, നീതിയില്ലെങ്കിൽ സമത്വം സാധ്യമല്ല എന്നതാണ് ഇസ്ലാമിന്റെ തത്വം എന്ന് പറയുന്നത്. എന്നാൽ ലിബറലിസം മുന്നോട്ട് വെക്കുന്നത് നീതിന്യായത്തിന്റെ നിർവചനത്തെ കുറിച്ച് തന്നെ അവ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും നീതിയെ പരിഗണിക്കാതെ സമത്വത്തെ പറ്റി സംസാരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ പരിശോധിച്ചാൽ ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് ഹാം പ്രിൻസിപ്പിളാണ്. ലിബറൽ ധാർമ്മികതയുടെ ഏറ്റവും ശക്തവും വ്യാപകത്വമുള്ള അടിത്തറ എന്ന് പറയുന്നത് അതാണ്. വ്യക്തികൾക്ക് എന്തും ചെയ്യാൻ അവകാശമുണ്ട്. വ്യക്തികൾക്ക് എന്തും ചെയ്യാൻ അവകാശമുള്ളത് കൊണ്ട് അതിൽ മറ്റു വ്യക്തികളോ സമൂഹമോ രാഷ്ട്രമോ ഒന്നും ഇടപെടരുത് എന്നതാണ് ഈ തത്വം അർത്ഥമാക്കുന്നത്. എന്നാൽ ഇതിന് നമ്മൾ അടിസ്ഥാനപരമായി തന്നെ ഈ സിദ്ധാന്തം തെറ്റാണ് എന്നതാണ് ഇസ്ലാമിന്റെ നിലപാട്. ലിബറലിസത്തിന്റെ രണ്ടാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് സന്തോഷ സിദ്ധാന്തമാണ്, അല്ലെങ്കിൽ സുഖ സിദ്ധാന്തമാണ്. ഒരു പ്രവൃത്തിയുടെ ഫലം മൊത്തം ദുഃഖത്തെക്കാൾ സന്തോഷമാണ് നൽകുന്നതെങ്കിൽ അത് ശരിയാണ് എന്നതാണ് ലിബറൽ സിദ്ധാന്തത്തിന്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത്. വ്യക്തിയുടെ സുഖവും സന്തോഷവും എന്നതിനപ്പുറത്ത് മറ്റൊരു ധാർമ്മികതയും മൂല്യബോധവും ബാധകമല്ല എന്നതാണ്. ഇവിടെയാണ് ചില നിലപാടുകൾ സ്വീകരിക്കാൻ, മനുഷ്യൻ ആരാണ് എന്നതിൽ നിന്നും മനുഷ്യൻ എന്താണ് എന്നതിനെ സംബന്ധിച്ചുമൊക്കെയുള്ള ചില നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടത്. മനുഷ്യൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, പടച്ചവന്റെ സൃഷ്ടികളാണ് മനുഷ്യർ. ആ സൃഷ്ടികളെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ കൽപ്പിച്ചത് എടുക്കുകയും വിലക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യാനാണ് ദീനുൽ ഇസ്ലാം മനുഷ്യനോട് പറയുന്നത്. പടച്ചവൻ കൽപ്പിച്ചത് കൊണ്ടു നടക്കുകയും പടച്ചവൻ വിലക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നിടത്താണ് ജീവിതം അർത്ഥപൂർണമാവുക എന്നാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഉദാഹരണമായി, മനുഷ്യ ജീവിതത്തിൽ ഹലാലുകളും ഹറാമുകളും തീരുമാനിക്കേണ്ടത് ആരാണ്? ഒരു സംഗതി എനിക്ക് അനുവദനീയമാണോ അതല്ല, ഞാൻ അതിനും അകന്നു നിൽക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരശേഷി ആർക്കാണ്? അത് മനുഷ്യന് തന്നെ വിട്ടുകൊടുക്കുന്നു എന്നതാണ് ലിബറലിസത്തിന്റെയും ഡെമോക്രസിയുടെയും ഒക്കെ പ്രശ്നം. വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത് വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാമുൻ ലിതഫ്തറു അലല്ലാഹിൽ കദിബ് ഇന്നല്ലാഹ യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. നിങ്ങളുടെ നാവുകൾ ജൽപ്പിക്കുന്നതിനെ സംബന്ധിച്ച് വലാ തഖൂലു ലിമാ അൽസിനതുകുമുൽ കദിബ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാമുൻ. നിങ്ങളുടെ നാവുകൾ ജൽപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഇത് ഹറാമാണ് ഇത് ഹലാലാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല. അത് ഇച്ഛകളെ പിൻപറ്റുന്നിടത്താണ് സംഭവിക്കുന്നത്. മനുഷ്യൻ ഇച്ഛകളെ ഇലാഹാക്കുന്നിടത്താണ് സംഭവിക്കുന്നത്. എനിക്ക് തോന്നിയതൊക്കെ ശരി, എനിക്ക് തോന്നിയതൊക്കെ തെറ്റ്, എന്റെ ഇഷ്ടമാണ് ഏറ്റവും പ്രധാനം, എന്റെ സുഖ സന്തോഷങ്ങളാണ് എനിക്ക് വലുത്, അതിനപ്പുറത്ത് പടച്ചവനും പ്രവാചകനും പരിശുദ്ധ ഖുർആനും എന്നും എന്റെ ശരീരത്തെറ്റുകളിൽ ഇടപെടാൻ പാടില്ല എന്നത് ദേഹേച്ഛകളെ ഇലാഹാക്കിയവന്റെ നിലപാടുകളാണ്. അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു വഅളല്ലഹു അല്ലാഹു അലാ ഇൽമിൻ വഖതമ അലാ സമഇഹി വഖൽബിഹി വജഅല അലാ ബസരിഹി ഖിശാവ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ദേഹേച്ഛയെ ഇലാഹാക്കിയവനെ താങ്കൾ കണ്ടുവോ? ദേഹേച്ഛ, സ്വന്തം ഇച്ഛ തന്നെയാണ് അവന്റെ ഇലാഹ്, സ്വന്തം ഇച്ഛ തന്നെയാണ് അവന്റെ ശരീരത്തിൽ തീരുമാനിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കണ്ണുകൾക്കും കാതുകൾക്കുമൊക്കെ അവന്റെ ഹൃദയങ്ങൾക്കുമൊക്കെ താഴിട്ട് പൂട്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. നന്മയുടെ നാമ്പുകൾ കടന്നു കയറാൻ കഴിയാത്ത വിധത്തിൽ അവന്റെ ഹൃദയങ്ങൾക്ക് പൂട്ടുകൾ വീണിരിക്കുന്നുവെന്നാണ്. അവൻ വഴികേടിൽ ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. അറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു അഫഅൻത തകൂനു അലൈഹി വക്കീല. ഇങ്ങനെ ഇച്ഛകളെ തന്നെ ഇലാഹിയാക്കിയവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യം എങ്ങനെയാണ് പ്രവാചകനെ താങ്കൾക്ക് ഏറ്റെടുക്കാൻ കഴിയുക?
നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അലങ്കാരങ്ങൾ മനുഷ്യന് അനുവദിച്ചിട്ടുണ്ട്. അതൊക്കെ അനുവദിക്കുകയും ആസ്വദിക്കുകയും അതോടൊപ്പം പടച്ചവൻ വെച്ചിട്ടുള്ള പരിധികൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ദീനുൽ ഇസ്ലാം നമ്മൾ ആവശ്യപ്പെടുന്നത്. പടച്ചവൻ ഒരുപാട് അലങ്കാരങ്ങളും ആസ്വാദനകളും ഒക്കെ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളതാണ്. അതൊക്കെ അനുഭവിക്കാനും അതൊക്കെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനുമുള്ള അനുവാദം നൽകിയത് അതിലൊക്കെ അള്ളാഹു നിശ്ചയിച്ചുള്ള അതിരുകളും പരിധികളും പാലിച്ചുകൊണ്ടാവണം എന്നതാണ് ദീനുൽ ഇസ്ലാം പറയുന്നത്. യാ ബനി ആദമ ഖുദൂ സീനത്തകും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. എല്ലാ ആരാധനാ വേളകളിൽ നിങ്ങൾ അലങ്കാരങ്ങൾ അണിഞ്ഞുകൊള്ളുക, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക, പക്ഷേ വലാ തുസ്രിഫൂ, വലാ തുസ്രിഫൂ, പരിധി ലംഘിക്കരുത്, അമിതത്വം പാടില്ല. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അതിര് കവിയുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖറജ ലിഇബാദിഹി വത്വയ്യിബാതി മിനൽ റിസ്ഖ്. അല്ലാഹു അനുവദിച്ച വിഭവങ്ങൾ പടച്ചവന്റെ അടിയാറുകൾക്ക് ആരാണ് നിഷേധിക്കുന്നത്, ആരാണ് നിരോധിക്കുന്നത്? അങ്ങനെ നിഷേധിക്കുകയും നിരാകരിക്കുകയും നിരോധിക്കുകയും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പടച്ചവൻ അനുവദിച്ചത് അവന്റെ അടിയാറുകൾക്ക് അനുവദിച്ചു കൊടുക്കുന്നിടത്ത് എന്തിനാണ് നമ്മൾ പിശുക്ക് കാണിക്കുന്നത്? ഖുൽ ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിൽ അത് വിശ്വാസികൾക്ക് അല്ലാഹു അനുവദിച്ചതാണ്. ഖാലിസത്തൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അത് അവർക്ക് മാത്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ്. പക്ഷേ അതേസമയം പടച്ചവൻ നിഷിദ്ധമാക്കിയതിൽ നിന്നും വിട്ടുനിൽക്കുവാനും അകലം പാലിക്കുവാനും വിശ്വാസികൾക്ക് മനുഷ്യന് സാധിക്കണം എന്നതാണ്. പടച്ചവൻ ഈ അനുവദനീയമായ കാര്യങ്ങൾ പറയുന്നിടത്ത് ചില അതിരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്നുണ്ട്, ചില പരിധികൾ മനുഷ്യനോട് പാലിക്കാൻ പടച്ചവൻ പറയുന്നുണ്ട്. അത് മനുഷ്യന് വേണ്ടി തന്നെയാണ്. മനുഷ്യ ജീവിതം ശാന്തവും സമാധാനപരവുമായി ഈ ഭൂമിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനപ്പുറത്ത് കുടുംബഘടനയും സമൂഹത്തിന്റെ താല്പര്യങ്ങളും ഒക്കെ നിലനിൽക്കുവാൻ അത് അനിവാര്യമായതുകൊണ്ടാണ്. സൂറ അഹ്റാഫിന്റെ 31, 33 ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. പടച്ചവൻ മ്ലേച്ഛവൃത്തികൾ അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. മ്ലേച്ഛവൃത്തികൾ, കുറ്റകൃത്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വൽ ബഗി, മറ്റുള്ളവരുടെ അവകാശങ്ങളിൽ അതിക്രമിച്ച് കിടക്കൽ, മറ്റുള്ളവരുടെ തനിക്ക് അവകാശമില്ലാത്ത മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കൽ. എന്നെ സംബന്ധിച്ചിടത്തോളം അതെന്റെ സൗകര്യ സങ്കല്പത്തിന് നിരക്കുന്നതായിരിക്കും, എന്റെ സുഖ താല്പര്യങ്ങൾക്ക് അത് ആവശ്യമായിരിക്കും. പക്ഷേ അത് മറ്റുള്ളവന്റെ അവകാശങ്ങൾ ഹനിക്കുന്നതാകാൻ പാടില്ല. അതുപോലെ തന്നെ പടച്ചവൻ ഒരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്ത വഅൻ തുശ്രികു ബില്ലാഹി മാ ലം യുനസ്സിൽ ഖൽബിഹി സുൽത്താന വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. പടച്ചവൻ ഒരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്തതിനെ പടച്ചവന്റെ പങ്കാളികളാക്കി കൽപ്പിക്കൽ, അതുപോലെ തന്നെ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പടച്ചവന്റെ പേരിൽ ആരോപിക്കൽ. ഇങ്ങനെ പടച്ചവൻ വിരോധിച്ച ഒരുപാട് സംഗതികളുണ്ടല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് എതിരായ ഒരു ആശയമല്ല, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ അനുവദിച്ചു കൊടുത്ത ആശയമാണ്. അതുപോലെ തന്നെ മനുഷ്യർക്കിടയിൽ സമത്വം, ഈക്വാലിറ്റി ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അഥവാ ഫ്രീഡവും ഈക്വാലിറ്റിയും ഉയർത്തിപ്പിടിച്ച ദർശനമാണ് ഇസ്ലാം. ഈ രണ്ട് ആശയങ്ങളും അഥവാ സ്വാതന്ത്ര്യവും സമത്വവും ഇസ്ലാമിന് അന്യമല്ല എന്നല്ല, ഇസ്ലാം വളരെ ശക്തമായി അവതരിപ്പിച്ച ആശയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ദൗത്യം പരിചയപ്പെടുത്തിയ സൂറത്തുൽ അഹ്റാഫിന്റെ 157-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ, വയദഖു അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ നൂറ അല്ലദി ഉൻസില മഅ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മനുഷ്യരുടെ മുതുകുകളെ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെക്കാൻ വന്ന പ്രവാചകൻ, അവരെ വരിഞ്ഞു മുറുക്കിയിരുന്ന ചങ്ങലക്കെട്ടുകളിൽ നിന്നും അവരെ വിമോചിപ്പിക്കാൻ വന്ന പ്രവാചകൻ, മനുഷ്യ സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിച്ച ദർശനമാണ്, മനുഷ്യ സമത്വത്തെ ഉയർത്തിപ്പിടിച്ച ദർശനമാണ് ദീനുൽ ഇസ്ലാം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യർക്കിടയിൽ മഹത്വത്തിന്റെയും സവിശേഷതയുടെയും ഒക്കെ അടയാളങ്ങളായി എടുത്തു വച്ചിരിക്കുന്ന ജാതിയുടെയും അതുപോലെ തന്നെ വർണ്ണത്തിന്റെയും വർഗത്തിന്റെയുമായ എല്ലാ മതിൽക്കെട്ടുകളെയും തകർത്തെറിഞ്ഞുകൊണ്ട് ഇത്രയും ഉജ്ജ്വലമായ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ ഒരു ദർശനം ലോകത്ത് നമുക്ക് കാണുവാൻ സാധ്യമല്ല. മനുഷ്യന്റെ സമത്വം ഊന്നിപ്പറഞ്ഞ ദർശനം, മുഴുവൻ മനുഷ്യരെയും ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ച ദർശനം. പടച്ച റബ്ബിന്റെ അടുത്ത്, സൃഷ്ടാവിന്റെ അടുത്ത് നിങ്ങളുടെ പദവിയും സ്ഥാനവും മഹിമയും നിർണ്ണയിക്കുന്നത് നിങ്ങൾ നാഥനെ എത്ര കണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നിടത്താണ് എന്ന് പഠിപ്പിച്ച ദർശനം. അഥവാ ഞാൻ സൂചിപ്പിച്ചു വന്നത്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തെയും അതുപോലെ തന്നെ സമത്വത്തെയും ഉയർത്തിപ്പിടിച്ച ദർശനമാണ് ഇസ്ലാം എന്നതാണ്.
എന്നാൽ അതേസമയം ഇത് രണ്ടും നിരപേക്ഷമായതല്ല, നിരുപാധികമായതല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്റെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകാൻ പാടില്ല. എന്റെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താൻ പാടില്ല. സമത്വം സമസൃഷ്ടികൾക്ക് നീതി നിഷേധമാകാൻ പാടില്ല. എന്റെ സമത്വത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മറ്റു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീതി നിഷേധമാകാൻ പാടില്ല. മറ്റുള്ളവരുടെ മേൽ അവർക്ക് വഹിക്കാനാകാത്ത അടിച്ചേൽപ്പിക്കാനാകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പരിഗണിക്കാത്ത സ്വാതന്ത്ര്യവാദവും നീതി പരിഗണിക്കാത്ത സമത്വവാദവും അപകടകരമാണെന്ന് അടിവരുകയാണ് അള്ളാഹുവിന്റെ ദീൻ ചെയ്യുന്നത് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കുടുംബ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ജെൻഡർ ന്യൂട്രാലിറ്റി അല്ല, ജെൻഡർ ഈക്വാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ ജസ്റ്റിസ് ആണ് എന്നാണ് ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. കുടുംബ ജീവിതത്തിൽ ജസ്റ്റിസ് ഉണ്ടാകണം, മ്യൂച്വാലിറ്റി ഉണ്ടാകണം. അതേസമയം ലിംഗസമത്വം എന്ന ആശയത്തെ അല്ല ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്നത്, മറിച്ച് ലിംഗനീതിയാണ്, ജെൻഡർ ജസ്റ്റിസ് ആണ് ഉണ്ടാകേണ്ടത്. നീതി ഉണ്ടാകണമെങ്കിൽ നീതി ഉണ്ടാവാൻ സമത്വമാണ് വേണ്ടമെങ്കിൽ അവിടെ സമത്വം ഉണ്ടാകേണ്ടി വരും. സമത്വം ഉണ്ടായാൽ ആ കുടുംബത്തിലെ വ്യക്തികൾക്കിടയിൽ അനീതിയാണ് സംഭവിക്കുന്നതെങ്കിൽ അവിടെ സമത്വമല്ല ഉണ്ടാകേണ്ടത്, നീതിയാണ് ഉണ്ടാകേണ്ടത്. ജെൻഡർ ജസ്റ്റിസ് ആണ് ഉണ്ടാകേണ്ടത്. ഓരോരുത്തർക്കും അർഹമായ നീതി ലഭിക്കുകയാണ് ഉണ്ടാകേണ്ടത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള നിയന്ത്രണങ്ങളും പരിധികളും ഒക്കെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുകയാണ് ചെയ്യുക എന്ന അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യൻ അരുതായ്മകളിൽ അകപ്പെട്ടു പോകാതിരിക്കാനുള്ള ഒരു കാവലും കരുതലുമാണ് ഈ അതിരുകളും പരിധികളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറയുകയുണ്ടായി, ഇന്നൽ ഹറാമ ബയ്യിനുൻ വ ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഉമൂറുൽ ബൈനഹുമാ മുതശാബിഹാത്ത്. ഹലാലായ കാര്യങ്ങൾ വളരെ കൃത്യമാണ്, ഹറാമുകൾ വളരെ നിർണിതമാണ്, വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടതാണ്. എന്നാൽ ഇതിനിടയിൽ ബൈനഹുമാ ഉമൂറുൻ മുതശാബിഹാത്തുൻ, ഇതിനിടയിൽ ചില സംശയാസ്പദമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഈ സംശയാസ്പദമായ കാര്യങ്ങളിൽ നിന്നും ഒരാൾ വിട്ടുനിൽക്കുകയാണെങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്നത് അയാളുടെ ദീനും അഭിമാനവും ആയിരിക്കും. സംശയാസ്പദമായ കാര്യങ്ങളിൽ നിരന്തരം നിലനിന്നു പോകുന്നവർ പലപ്പോഴും ഹറാമിലേക്കാണ് ചാടുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ അള്ളാഹു നിശ്ചയിച്ച പരിധികൾ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരമായി തീരുകയാണ് ചെയ്യുക, നമ്മുടെ ജീവിതം കൂടുതൽ സുന്ദരമായി തീരുകയാണ് ചെയ്യുക. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കുടുംബ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ പാലിക്കേണ്ട കുറെ മര്യാദകൾ പറയുന്നിടത്ത് അത്തരം ആയത്തുകൾ അവസാനിപ്പിക്കുമ്പോൾ ഖുർആൻ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, തിൽക ഹുദൂദുല്ലാഹ്, തിൽക ഹുദൂദുല്ലാഹ് ഫലാ തഖറബുഹാ. ഇത് അള്ളാഹുവിന്റെ പരിധികളാണ്. റമദാനിലെ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്തുൽ ബഖറയിൽ നോമ്പ് നിർബന്ധമാക്കിയതിനെ കുറിച്ച് പറഞ്ഞു, നോമ്പിന് ഇളവുള്ളവരെ കുറിച്ച് സൂചിപ്പിച്ചു, പടച്ചവന്റെ തഖറബ് നേടാനുള്ള വഴികളെ കുറിച്ച് പറഞ്ഞു, ഖുർആന്റെ അവതരണത്തെ കുറിച്ച് സംസാരിച്ചു. അതിനുശേഷം റമദാനിന്റെ രാത്രികളിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ സംബന്ധിച്ച് സ്ത്രീ സംസർഗത്തെ കുറിച്ചൊക്കെ ദീർഘമായ ഒരു ആയത്തിൽ സൂചിപ്പിച്ചിട്ട് അള്ളാഹു അതിനെ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് തിൽക ഹുദൂദുല്ലാഹ് ഫലാ തഖറബൂഹാ കദാലിക യുബയ്യിനുല്ലാഹു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യത്തഖൂൻ. പടച്ചവൻ വെച്ച പരിധികളാണിത്. ആ പരിധിയോട് നിങ്ങൾ, ആ അതിരുകളോട് നിങ്ങൾ അടുക്കരുത്. ഇതൊക്കെ നിങ്ങൾക്ക് അല്ലാഹു വെളിപ്പെടുത്തി തരുന്നത് നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്, തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. നോമ്പ് നിർബന്ധമാക്കിയ ആയത്തിന്റെ അവസാനം അല്ലാഹു പറയുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. പടച്ചവൻ നിശ്ചയിച്ച പരിധികൾ, ആ പരിധികളെ കുറിച്ച് പഠിപ്പിച്ചിട്ട് അത് അവസാനിപ്പിക്കുന്നതും പടച്ചവൻ പറയുന്നത് ലഅല്ലഹും യത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, പടച്ചവന്റെ പരിധികൾ പാലിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ മുത്തഖിയായ അടിമയായി ഇവിടെ ജീവിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്നതാണ് പടച്ചവൻ നിശ്ചയിച്ച പരിധികൾ എന്ന് പറയുക. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട സൂറത്തുൽ ബഖറയിൽ തന്നെ 229-ാമത്തെ ആയത്ത് അവസാനിപ്പിക്കുന്നത് തിൽക ഹുദൂദുല്ലാഹി ഫലാ തഅതദൂഹാ വമൻ യതഖദ്ദ ഹുദൂദല്ലാഹി ഫഉലൈക ഹുമുൽ ളാലിമൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലാഹു വെച്ച പരിധികളാണിത്, പടച്ചവൻ വെച്ച പരിധികളാണ്. അത് നിങ്ങൾ അതിലംഘിക്കരുത്. അത് നിങ്ങൾ അതിലംഘിച്ചു കഴിഞ്ഞാൽ അവർ അക്രമികളിൽ പെട്ടുപോകുമെന്നാണ്. സൂറത്തു തലാഖ് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് ഖുർആനിൽ. ആ തലാഖ് എന്ന് പറയുന്ന അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ഏതാനും നിർദ്ദേശങ്ങൾ നൽകിയിട്ട് അതിന്റെ അവസാനം അല്ലാഹു പറയുന്നത് വതിൽക ഹുദൂദുല്ലാഹ്, ഇത് അല്ലാഹു വെച്ച പരിധികളാണ്. വമൻ യതഹദ്ദ ഹുദൂദല്ലാഹി ഫഖദ് ളലമ നഫ്സഹു, ആരെങ്കിലും അള്ളാഹുവിന്റെ പരിധികൾ ലംഘിക്കുന്നുവെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ സ്വന്തത്തോടാണ് അക്രമം ചെയ്യുന്നത്, സ്വന്തത്തോടാണ് അക്രമം ചെയ്യുന്നത്. കാരണം മനുഷ്യ ജീവിതം സാധ്യമാക്കുന്നിടത്ത്, മനോഹരമായും സുന്ദരമായും മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് ഈ
പടച്ചവന്റെ പരിധികൾ സ്വന്തത്തിന് തന്നെയാണ്, മനുഷ്യന് തന്നെയാണ് പ്രയോജനപ്പെടുക. അതിലംഘിക്കുന്നവർ സ്വന്തത്തിന് തന്നെയാണ് അതിക്രമം കാണിക്കുന്നത് എന്ന് അള്ളാഹു പറയും. അപ്പൊ ചിലതിനോട് അടുക്കരുതെന്നും ചിലത് വിട്ടുകിടക്കരുതെന്നും പടച്ചവൻ ഓർമ്മപ്പെടുന്നത് മനുഷ്യ ജീവിതം ദുനിയാവിൽ ശാന്തവും സമാധാനവുമായി മുന്നോട്ട് പോകാനും നാളെ ആത്യന്തികമായി വിജയം വരിക്കുന്നവരിൽ ഉൾപ്പെടാനും വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പരിധികൾ പാലിക്കാതെ പോയാൽ വ്യക്തിയുടെ നാശം മാത്രമല്ല, കുടുംബം അസ്ഥിരപ്പെടുമെന്നത് മാത്രമല്ല, സമൂഹത്തിന്റെ നാശത്തിന് കൂടി അത് വഴി കാണിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വന്തം സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം സുഖസങ്കല്പങ്ങൾക്ക് വേണ്ടി, സ്വന്തം സൗകര്യ സങ്കല്പങ്ങൾക്ക് വേണ്ടി പടച്ചവന്റെ പരിധികൾ അതിലംഘിക്കുന്നവരുടെ ഒരു ഉപമയായിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയത് ഒരു കപ്പലിന്റെ യാത്രക്കാർ കപ്പലിന് ദ്വാരമുണ്ടാക്കിക്കൊണ്ട് അങ്ങനെ വെള്ളം ശേഖരിക്കുന്ന ഒരു സാഹചര്യത്തെ സംബന്ധിച്ചാണ്. അതിന്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ കപ്പൽ മുഴുവനും വെള്ളത്തിൽ മുങ്ങി ആ കപ്പലിലെ യാത്രക്കാർ മുഴുവൻ നശിക്കുക എന്നാണ് ചിലരുടെ സൗകര്യത്തിന് വേണ്ടി ചിലരുണ്ടാക്കുന്ന ചില തീരുമാനങ്ങളുടെ ഫലമായി. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, മഥലുൽ ഖായിമി അലാ ഹുദൂദില്ലാ വൽ വാഖിഇ ഫീഹാ, അള്ളാഹുവിൻ നിശ്ചയിച്ച പരിധികൾ സൂക്ഷിക്കുകയും അതിൽ അകപ്പെട്ടു പോവുകയും ചെയ്യുന്നവരുടെ ഉപമ കപ്പലിൽ കമസലി ഖൗമി ഇസ്തഹമു അലാ സഫീന, ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്നവരുടെ പോലെയാണ്. അതിൽ ചില ആളുകൾ കപ്പലിന്റെ അടിത്തട്ടിലാണ്, ചില ആളുകൾ കപ്പലിന്റെ മുകൾ തട്ടിലാണ്. കപ്പൽ ഇങ്ങനെ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അടിത്തട്ടിലും കുറെ ആളുകളുണ്ട്, മുകൾ തട്ടിലും കുറെ ആളുകളുണ്ട്. അപ്പോ ഈ താഴെയുള്ള ആളുകൾക്ക് കപ്പലിൽ നിന്നും വെള്ളം കിട്ടണമെങ്കിൽ, വെള്ളം ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ മുകളിലാണ് വെള്ളം ശേഖരിച്ചു വെച്ചിരിക്കുന്നത്, മുകളിലുള്ളവരുടെ അവരുടെ കടന്നു പോകണം. അപ്പൊ ഈ താഴെയുള്ളവർ ചിന്തിക്കുകയാണ്, നമ്മൾ ഇവിടെ തന്നെ നമ്മൾ ചില സംവിധാനങ്ങൾ ചെയ്യുകയാണെങ്കിൽ മുകളിലുള്ളവരെ പ്രയാസപ്പെടുത്താതെ താഴെ നിലയിൽ തന്നെ നമുക്ക് കപ്പലിന് ചെറിയ ദ്വാരമുണ്ടാക്കിയാൽ നമുക്ക് ആവശ്യമായ വെള്ളം ഇവിടെ തന്നെ ശേഖരിക്കാമല്ലോ എന്ന് ഈ താഴെയുള്ളവര് ചർച്ച ചെയ്യാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇവരെ ആരെങ്കിലും തടയാതെ ഇവരുടെ ഈ തീരുമാനമായി ഇവർ മുന്നോട്ട് പോയാൽ അവർ ഒന്നാകെ നശിക്കുക എന്നതായിരിക്കും അതിന്റെ ഫലം എന്നാണ്. ഇനി ആരെങ്കിലും അവരെ തടയുകയാണെങ്കിൽ, അവരെ ആ ഉദ്യമത്തിൽ പിന്തിരിപ്പിക്കുകയാണെങ്കിൽ മുഴുവൻ ആളുകളും രക്ഷപ്പെടുക എന്നതായിരിക്കും അതിന്റെ ഫലം എന്നാണ്. അഥവാ പടച്ചവന് വെച്ച പരിധികൾ, നിയന്ത്രണങ്ങൾ, ആ നിയന്ത്രണങ്ങൾ പാലിക്കുക വഴി സമൂഹം മുഴുവൻ രക്ഷപ്പെടും. ആ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകാതെ ഒരു ജനത സ്വന്തം ഇഷ്ടത്തിന് മുൻഗണന കൊടുക്കി സ്വന്തം താല്പര്യങ്ങൾക്ക് മുമ്പിൽ ഒരു മൂല്യബോധവും പരിഗണിക്കാതെ മുന്നോട്ട് പോയാൽ സമൂഹത്തിന്റെ മൊത്തം നാശമായിരിക്കും അതിന്റെ അനന്തരഫലം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പിക്കുകയാണ്. സൂചിപ്പിച്ചു വരുന്നത് ജീവിതത്തിന് ചില ചിട്ടകളും ചില വ്യവസ്ഥകളും ഉണ്ടാകണം എന്നതാണ്. എന്തും ചെയ്യാം, എനിക്ക് എങ്ങോട്ടും പോകാം, എനിക്ക് എന്തും ആസ്വദിക്കാം, എനിക്ക് എന്തും കേൾക്കാം, എന്തും കാണാം, എന്തുമാകാം എന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതമെങ്കിൽ ആ ജീവിതം ഇരുലോകത്തും നാശവും നഷ്ടവുമാണ് വരുത്തുക എന്ന് മാത്രമല്ല, നാൽക്കാലികളെക്കാൾ മോശമായിരിക്കും അത്തരം ജീവിതത്തിന്റെ ഉടമകളുടെ നിലവാരം എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകി നമുക്ക് കാണുവാൻ സാധിക്കും. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅയുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അദൽ വഉലൈക ഹുമുൽ ഗാഫിലൂൻ. മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണുകൾ കൊടുത്തിട്ടുണ്ട്. ആ കണ്ണുകൾ കൊണ്ട് യാഥാർത്ഥ്യം കാണാതെ, കാതുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങൾ കേൾക്കാനോ പടച്ചവന്റെ പരിധികളെ കുറിച്ച് അറിയാനോ ശ്രമിക്കാതെ ചിന്താശേഷിയുള്ള ഹൃദയങ്ങൾ നൽകിയിട്ട് ആ ചിന്താശക്തി കൊണ്ട് വെറും ദുനിയാവിലെ താൽക്കാലികമായ ജീവിതത്തിന്റെ സൗകര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും ദുനിയാവിന്റെ പരിധികൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു പരലോകത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് താന്തോന്നിത്തത്തിന്റെയും തന്നിഷ്ടത്തിന്റെയും നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉലൈക കൽ അൻആം, അവര് കാലികളെപ്പെടെയാണ് അവരുടെ നിലപാട്. ബൽഹും അവന്റെ കാലികളെക്കാൾ മോശമാണ്. കാരണം കാലികളെ സംബന്ധിച്ചിടത്തോളം തിന്നുക, കുടിക്കുക, അവരുടെ ശാരീരികമായ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക, ഉറങ്ങുക എന്നതിനപ്പുറത്ത് മറ്റൊരു മാർഗദർശനവും ലഭിക്കാത്തവരാണ് കന്നുകാലികൾ. പക്ഷെ മനുഷ്യൻ അതല്ലല്ലോ. ഇത് ലഭിച്ചു കഴിഞ്ഞിട്ടും ഈ കാലികളുടേതിന് സമാനമായ രീതിയിൽ സ്വന്തം ശാരീരികമായ താല്പര്യങ്ങളുടെ പുറകെ പോകുന്നുവെങ്കിൽ അവരുടെ അവസ്ഥ കാലികളുടേത് മാത്രമല്ല, ബൽഹും അവൽ, കാലികളെക്കാൾ മോശമാണ് എന്ന് ഖുർആൻ അടിവരയിടുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഈ ലിബറലിസത്തിന്റെ അടിസ്ഥാനം തന്നെ ദുർബലമാണ്, അടിസ്ഥാനം തന്നെ അബദ്ധമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം.
കാരണം തന്റെ ശരീരത്തിന്റെ അധികാരവും അവകാശവും എനിക്ക് മാത്രമാണ് എന്ന ബോധം എന്ന് പറഞ്ഞാൽ ശാരീരികമായ ഒരു സ്വയംഭരണം. ശാരീരികമായ ഒരു സ്വയംഭരണം ഇതുണ്ടാക്കുന്ന അനർത്ഥം എന്താണ്? ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന അബദ്ധങ്ങൾ എന്താണ് എന്ന് പറഞ്ഞാൽ കുടുംബത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറി വരികയാണ്. വിവാഹത്തോടുള്ള സമീപനം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹം, ഗർഭം, പ്രസവം, അതുപോലെ തന്നെ മുലയൂട്ടൽ, കുഞ്ഞുങ്ങളെ പരിപാലിക്കൽ, ഇതൊന്നും എന്റെ സുഖതാല്പര്യങ്ങൾക്ക് അത്ര ചേർന്നതല്ല. അതുകൊണ്ട് അതൊന്നും തൽക്കാലം എനിക്ക് ആവശ്യമില്ല. ഇനി അങ്ങനെ വേണമെങ്കിൽ തന്നെ എന്റെ മറ്റെല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം എനിക്ക് അപ്പോൾ ചിന്തിച്ച് തീരുമാനിക്കാവുന്നതാണ്. ഇതൊക്കെ വ്യക്തികൾ അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കേണ്ടതാണ്. ദീനുൽ ഇസ്ലാം ഇതിനൊക്കെ നിശ്ചയിച്ച ചില നിബന്ധനകളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. തൗഹീദ് എന്ന് പറയുന്നത് നമുക്കറിയാം, ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള അധികാരം പടച്ചവന് വിട്ടുകൊടുക്കുക എന്നതാണ്. നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള എല്ലാത്തിന്റെയും യഥാർത്ഥ ഉടമസ്ഥൻ പടച്ചവനാണ് എന്നതാണ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. സൃഷ്ടാവ് റബ്ബാണെങ്കിൽ, മനുഷ്യന്റെ സൃഷ്ടാവ് റബ്ബാണെങ്കിൽ സൃഷ്ടികൾക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകേണ്ടവരും അവൻ തന്നെയാണ്. ഇത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ സൃഷ്ടാവിന്റെ നിയമങ്ങൾ അനുസരിക്കലും അംഗീകരിക്കലും അതനുസരിച്ച് ജീവിക്കലും സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംർ. ആരാണ് എന്റെ ശരീരത്തിന്റെ കാര്യത്തിൽ തീരുമാനിക്കേണ്ടത്? എന്റെ ജീവിതത്തിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും എനിക്ക് ഉചിതമായ, എനിക്ക് അനുയോജ്യമായ എന്റെ ജീവിതവും എന്റെ കുടുംബ ജീവിതവും സമൂഹത്തിന്റെ സംവിധാനവും ഒക്കെ നിലനിന്നു പോകാൻ ആവശ്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും നൽകാനുള്ള അതോറിറ്റി ആരാണ്? ഇവിടെയാണ് പ്രശ്നം. അലാ ലഹുൽ ഖൽഖു വൽ അംർ. ആരാണോ നിങ്ങളെ സൃഷ്ടിച്ചത് ആ സൃഷ്ടിച്ച നാഥൻ തന്നെയാണ് കൽപ്പിക്കാനുള്ള അധികാരവും. വളരെ ലളിതമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ മാർക്കറ്റിൽ നിന്നും ഒരുപാട് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ വാങ്ങുന്ന ഏതൊരു പ്രൊഡക്റ്റ് സംബന്ധിച്ചിടത്തോളവും അതിനൊരു യൂസർ മാനുവൽ ഉണ്ടായിരിക്കും. ആ യൂസർ മാനുവൽ നൽകുന്നത് ആ പ്രൊഡക്റ്റിന്റെ മാനുഫാക്ചർ ആരാണോ, മാനുഫാക്ചറിംഗ് കമ്പനി തന്നെയായിരിക്കും. ആ മാനുവൽ ഉപയോഗിച്ചുകൊണ്ടാണ് ആ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ മാനുവൽ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ മാത്രമേ അത് ശരിയായ വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അത് ശരിയാക്കേണ്ടതും അതേ കമ്പനിയുടെ തന്നെ മാനുവൽ ഉപയോഗിച്ചുകൊണ്ടാണ്, അവരുടെ മാർഗദർശനങ്ങൾ പാലിച്ചുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ നിലപാട്. നമ്മൾ മനസ്സിലാക്കണം. ഈ മനുഷ്യനാകുന്ന ഈ പ്രൊഡക്റ്റ് പടച്ചവൻ ആണ് ഇതിന്റെ മാനുഫാക്ചർ, പടച്ചവനാണ് ഇതിന്റെ അതോറിറ്റി. ആ അതോറിറ്റിയെ അംഗീകരിച്ചുകൊണ്ടും അവന്റെ നിയമങ്ങൾക്കും അവന്റെ വിധിവിലക്കുകൾക്കും വഴിപ്പെട്ടുകൊണ്ടും ഈ സാധനം ഉപയോഗിക്കുമ്പോഴേ ഇതിന്റെ ശരിയായ ഉപയോഗക്രമത്തിലൂടെ മുന്നോട്ട് പോകാൻ മനുഷ്യന് സാധ്യമാവുകയുള്ളൂ എന്ന തിരിച്ചറിവ് ഈ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. സാംസ്കാരിക ലിബറലിസത്തിന് ഈ സമൂഹം വഴിപ്പെടുന്നതിന്റെ, സാംസ്കാരിക ലിബറലിസത്തിന്റെ സ്വാധീനത്തിലേക്ക് സമൂഹം അകപ്പെട്ടു പോകുന്നതിന്റെ ദുരന്തം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും ഈ അപകടകരമായ അത്യാപത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും.